ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുപ്രീഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി കുറേ വീഡിയോ കിട്ടിയിട്ട് അപ്പം ഇന്നൊരു ജസ്റ്റ് എന്താ പറയുക ഒരു റിവ്യൂ ആയിട്ട് കണക്കാക്കേണ്ട ചെറിയ രീതിയിലൊരു കിയ കാരൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ പുറകിൽ കിടക്കുന്ന ആ ഒരു വണ്ടിയാണ് ഇന്ന് നമ്മൾ ജസ്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു വണ്ടി. ഇതാണ് കിയ കാരൻസ്. ഇതിൻ്റെ റിവ്യൂസൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട്. എന്നാലും നമ്മുടെ ചാനൽ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഇട്ടതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ട് ജസ്റ്റ് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ കിയ എന്ന് പറയുന്ന ഒരു ന്യൂ ലോഗോ തന്നെയാണ്. കണ്ടോ, വളരെ എന്താ പറയുക, നല്ല ലുക്കോട് കൂടിയ ഒരു ലോഗോ വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ഒരു വണ്ടിക്ക് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബോണറ്റാണ്. മാക്സിമം ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സൈഡിൽ ഈ കോർണറിലായിട്ട് മാത്രമാണ് ഒരു നമുക്ക് എന്താ പറയുക ചെറിയ രീതിയിലുള്ള ഒരു കർവും നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഷേപ്പ് കണ്ടില്ല, വളരെ എന്താ പറയുക ഒരു പ്രത്യേക ഡിസൈനോട് കൂടിയ ഒരു ഗ്രില്ലുകളാണ് വന്നിരിക്കുന്നത്. ചില പാറ്റേണിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് ചില ഫിഷുകളുടെയൊക്കെ ഒരു എന്താ പറയുക വായുടെ ഫീലിങ് നമ്മുടെ ആ ഒരു എന്താ എയർ ഡാമിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ പാർട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ കാണുന്ന നമ്മുടെ ഈ EV വണ്ടികളുടെയൊക്കെ പോലെയൊക്കെ ഒരു ഡിസൈൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാം ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സിൽവർ ലൈൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കണ്ടോ, നമുക്ക് ഇവിടെ DRLs വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബമ്പർ വരുന്നത്. അതിൻ്റെ താഴത്തെ ലിപ്പുകളിലും മറ്റും നമുക്ക് എന്താ പറയുക സിൽവർ ഗാർണിഷിംഗ് ഒക്കെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എയർ ഡാമിനൊക്കെ കാണാവുന്നതാണ് ആ ഒരു സിൽവർ ഗാർണിഷ്. അതുപോലെ തന്നെ ആണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഇതിൻ്റെ ഒരു വീലുകളുടെ ഡിസൈൻ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അലോയുടെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ ഈ ഒരു വാഹനത്തിൽ എന്താ പറയുക 16 ഇഞ്ച് അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു കിയായുടെ ലോഗോ എല്ലാം വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ എന്ന് പറയാം. ഇതിൽ നമുക്ക് കാണാവുന്ന നല്ല ലെങ്ത്തുള്ള ഒരു വാഹനം തന്നെയാണ്. നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വിൻഡോ ലൈൻ്റെ ഡിസൈനൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്വാർട്ടർ ഗ്ലാസ്സിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിസിബിലിറ്റി വരുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ പിന്നിലിരിക്കുന്ന ആൾക്കാർക്ക് എന്താ ഉള്ളിൽ നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്രോം ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് സ്പോയിലർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ തന്നെയാണ്. കണ്ടോ, നമ്മുടെ ഈ ഒരു സൈഡ് പോർഷനിൽ നിന്നിങ്ങനെ വന്നിട്ട് അത് നമ്മുടെ ബാക്ക് എൻഡിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പിന്നിലായിട്ട് നമുക്ക് തന്നെ കിയയുടെ ഒരു വലിയൊരു ലോഗോ കാണാം. ഇവിടെ നമുക്ക് കാരൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു ക്രോം സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രധാന ഒരു അട്രാക്റ്റീവ് പിൻഭാഗത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിലെ ആ ഒരു ബമ്പറിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. അതിൽ നമുക്ക് ക്രോം ഗാർണിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ടും നമുക്കൊരു എന്താ പറയുക ഗ്ലോസി ഫിനിഷോട് കൂടിയുള്ള ഒരു പാർട്ടൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പിൻഭാഗം കാണാൻ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ റൂഫ് റെയിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു നല്ല ഒരു ലുക്ക് കിട്ടാൻ ഈ ഒരു വാഹനത്തിന് സഹായിക്കുന്നുണ്ട്. അതായിട്ട് ഷാർക്ക് ഫിൻ ആൻറ്റിനാസാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ഫോൾഡബിൾ ആയിട്ടുള്ള മിറേഴ്സാണ് ഈ വാഹനത്തിന് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേഴ്സും മറ്റും കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. ഉൾഭാഗത്തേക്ക് വരികയാണെങ്കിൽ വേണ്ടി ഒരു ഡാർക്ക് ബ്ലൂ കളർ ആയതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ കളർ ഞാൻ നോക്കിയില്ല. ആ ബ്ലൂ കളർ ആയതുകൊണ്ട് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ പാറ്റേണും ആ ഒരു കളർ തീം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഇവിടെ മുഴുവൻ ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് എന്താ പറയുക നമുക്ക് അറിയാത്ത രീതിയിൽ കണ്ടത് ഇതിപ്പം നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഓഫായിട്ടിരിക്കുന്ന ഒരു സമയത്തെടുത്ത വീഡിയോ ആണ്. നോക്കിക്കേണ്ട, നമുക്ക് ഗ്ലോസി ഫിനിഷുള്ള ഭാഗവും മ്യൂസിക് സിസ്റ്റവുമായിട്ട് എന്താ പറയുക മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് നമുക്കൊരു സിൽവർ ഗാർണിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ AC വെൻറ്റുകളുടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ വെക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. ഇവിടെ നമുക്കൊരു ബോസിൻ്റെ ഒരു സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു പാറ്റേൺ നമ്മുടെ ഈ ഡോർ അൺലോക്കിൻ്റെ അവിടെയുള്ള ഒരു സിൽവർ ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ആംറസ്റ്റ് കാണാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫോണോ അല്ലെങ്കിൽ കോയിൻസോ വരണം വെക്കാവുന്ന രീതിയിലുള്ള ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയിലേക്ക് വരണമെങ്കിൽ വണ്ടിയുടെ ആ ഒരു ഡിസൈനോട് കൂടി ഓണായതിനു ശേഷം ഡ്രൈവറിന് അത്യാവശ്യം വേണ്ട എല്ലാ ഒരു ഇൻഫർമേഷൻ ഈ ഒരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതൊരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. അതുപോലെ തന്നെ വേണ്ട നമുക്കിപ്പോൾ മ്യൂസിക് സിസ്റ്റം ജസ്റ്റ് ഓൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെറ്റപ്പ് റേഡിയോ, സീക്ക്, ട്രാക്ക്, അങ്ങനെ നാവിഗേഷൻ, മാപ്പ് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് AC യുടെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉണ്ട്. അതിൻ്റെ ആ ഒരു
ഫങ്ഷൻ സ്വിച്ചൊക്കെ കാണാൻ വളരെ നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടെ എ സി, റിയർ എ സി ഒക്കെ ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാനും കുറക്കാനും അതിൻ്റെ ആ ഒരു സ്വിച്ചസ് എന്ന് പറയുന്നത് വളരെ ഒരു നല്ല രസമുള്ള രീതിയിലുള്ള ഒരു സ്വിച്ചസാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നമുക്ക് ആ എ സി വെൻറ്റിൻ്റെ ആ ഭാഗത്തുള്ള ഒരു സിംഗിളായിട്ടുള്ള ലൈനും അവിടെ ഒരു സിൽവർ ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ചാർജിങ് സോക്കറ്റൊക്കെ എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. 12 വോട്ടിൻ്റെ ആണെങ്കിലും ഡയറക്റ്റ് നമുക്ക് USB കൊടുത്ത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫാൻ സീറ്റിൻ്റെ നമുക്ക് വെൻറ്റിലേറ്റർ സീറ്റിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് അസിസ്റ്റൻ്റ്, ഇവിടെ നമുക്ക് ക്യാമറ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡ്രൈവ് മോഡ്സ് സെലക്ട് ആയി. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഗിയർ ലിവറൊക്കെ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗിയർ ലിവറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്കിവിടെ ആം റെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തുമായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസൊക്കെ കാണാവുന്നതാണ്. പിന്നെ നമ്മൾ മുൻഭാഗത്ത് പറഞ്ഞതുപോലെ നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. എത്രത്തോളം ഇത് നല്ല വെയിലടിക്കുന്നുണ്ട്, എത്രത്തോളം വിസിബിളാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ സ്റ്റിയറിംഗ് വീൽ. നമുക്കൊരു ബ്ലൂ കളറിലുള്ള ലെതർ റാപ്പിംഗ് സ്റ്റിയറിംഗ് വീൽസാണ് വരുന്നത്. ഇവിടെ നമുക്ക് കൺട്രോൾസ് എല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കിയ കാരൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ബാഡ്ജിങ് കാണാവുന്നതാണ്. ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ഫിനിഷാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്. അതുപോലെ സ്റ്റാർ സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ പറയുക ഐഡിയൽ സ്റ്റാർ സ്റ്റോപ്പ് ബട്ടൻ്റെ സ്വിച്ചുകളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡോർ പാഡുകളിലെ ഇവിടെ നമുക്ക് സ്വിച്ചസ് എല്ലാം കാണാം. വിൻഡോസിൻ്റെ കൺട്രോൾസും ഇവിടെ നമുക്ക് ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ ബോട്ടിൽ ഹോൾഡേഴ്സും മറ്റും നൽകിയിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് റോ സീറ്റ്. ഇതും വെൻറ്റിലേറ്റഡ് AC യോട് കൂടിയാണ്. നമുക്കിവിടെ നമുക്കൊരു ആംറസ്റ്റ് കാണാവുന്നതാണ്. അതുപോലെ നമുക്ക് പിന്നിൽ നമുക്ക് എന്താ പറയുക ഫാനിൻ്റെ കൺട്രോളും കൂട്ടാനുള്ള സംവിധാനങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്മാർട്ട് എയർ ഫിൽറ്റർ ചെയ്ത് വരുന്ന ഒരു എയറാണ് ഇതിന് വന്നിട്ടുള്ളത്. പിൻഭാഗത്തെ സീറ്റുകൾ ആംറസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡോർ അൺലോക്ക് ബട്ടണിലേക്കെല്ലാം സിൽവർ ഗാർണിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബോസിൻ്റെ സ്പീക്കേഴ്സ് കാണാവുന്നതാണ്. ഇതിൻ്റെ തേർഡ് റോ സീറ്റിലേക്ക് പോകണമെങ്കിൽ നമുക്കിവിടെ റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ റിക്ലൈൻ ആണ്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കയറിയിരിക്കാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. പിൻഭാഗത്തും നമുക്ക് എന്താ പറയുക ഇവിടെ USB ചാർജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സും മറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നിലും നമുക്ക് എന്താ പറയുക വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഹെഡ് റോ സീറ്റ് അത്ര ഒരു അഡൽട്സിന് ലോങ് ട്രിപ്പിന് പറ്റിയതല്ല. എന്നിരുന്നാലും ഓക്കെ, നമുക്ക് ഷോർട്ട് ട്രിപ്പിന് വലിയ അഡൽട്സിലിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ലോങ് ട്രിപ്പിൽ നമുക്കിവിടെ കുട്ടികളെയും മറ്റും ഇരുത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും നമുക്കിത് USB ചാർജുകളും മറ്റും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താ പറയുക കപ്പ് ഹോൾഡേഴ്സൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കൂടുതൽ സ്പേസ് വേണമെങ്കിൽ ഈ സീറ്റിന് നമുക്ക് എന്താ പറയുക ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നിൽ നമുക്ക് ബൂട്ട് സ്പേസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് തേർഡ് റോ സീറ്റിൽ നമുക്ക് എന്താ പറയുക AC വെൻറ്റുകൾ വരുന്നുണ്ട്. അത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു AC വെൻറ്റുകളാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു റീഡിംഗ് ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് റോ സീറ്റുകളിൽ നമുക്ക് എന്താ പറയുക AC വെൻസുകളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ കിയ കാരൻസിൻ്റെ ചില വേരിയൻറ്റുകൾക്ക് നമുക്ക് ഇവിടെ നമുക്ക് സൺറൂഫും മറ്റും കിട്ടുന്നതാണ്. അത്യാവശ്യം എന്താ പറയുക കുഴപ്പമില്ലാത്ത ഒരു സ്പേസ് ഉള്ള രീതിയിലുള്ള ഒരു സൺറൂഫാണ്. അത്ര വൈഡായിട്ടുള്ളതല്ല എങ്കിലും സൺറൂഫ് ഇതിന് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ മിറർ നോക്കുകയാണെങ്കിൽ ഇത് ഓട്ടോ SOSും അങ്ങനെയുള്ള കിയ കണക്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളോട് കൂടിയ ഒരു ഇതാണ് വരുന്നത്. ഇവിടെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡറും മറ്റ് ലൈറ്റുകളുടെ സ്വിച്ചസും മറ്റും വരുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയ വീഡിയോയിലെ കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൂടെ തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു ചെറിയ വീഡിയോയുമായി കാണാം.